അമേരിക്കൻ ഭരണകൂടത്തിന്റെ നയതന്ത്ര തീരുമാനങ്ങളും സാമ്പത്തിക സുതാര്യതയും വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. യു.എസ്. ജനപ്രതിനിധി സഭയിലെ ഹൌസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി ഹിയറിംഗിനിടെ അരങ്ങേറിയ രൂക്ഷമായ വാഗ്വാദമാണ് ഇപ്പോൾ വാഷിംഗ്ടണിലെ പ്രധാന രാഷ്ട്രീയ ചർച്ചാ വിഷയം. ഡെമോക്രാറ്റിക് പ്രതിനിധിയായ ജോണി വോൾസവസ്കിയും യു.എൻ. സ്ഥാനപതി മൈക്ക് വാൾസും തമ്മിൽ നടന്ന അതിരൂക്ഷമായ വാഗ്വാദം ഡൊണാൾഡ് ട്രംപിന്റെ ഭരണശൈലിയെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെയും വീണ്ടും ജനങ്ങൾക്കിടയിൽ സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുകയാണ്. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളും ജനപ്രതിനിധികളും തങ്ങളുടെ ഔദ്യോഗിക പദവി വ്യക്തിപരമായ സാമ്പത്തിക ലാഭത്തിനായി ഉപയോഗിക്കുന്നുണ്ടോ എന്നതായിരുന്നു കമ്മിറ്റിക്ക് മുന്നിൽ പ്രധാനമായും ഉയർന്നു വന്ന ചോദ്യം. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ട്രംപിന്റെ കുടുംബാംഗങ്ങളും നടത്തിവരുന്ന സാമ്പത്തിക ഇടപാടുകളെയും ഓഹരി വിപണിയിലെ വിചിത്രമായ മുന്നേറ്റങ്ങളെയും ചൂണ്ടിക്കാണിച്ചാണ് വോൾസവസ്കി വാട്സിനെ കടന്നാക്രമിച്ചത്. ഭരണകൂടത്തിന്റെ താൽപര്യ സംഘടനകളെ കുറിച്ചുള്ള നിർണായക ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പ്രതിരോധത്തിലായ മൈക്ക് വാൾസ് ഭരണകൂടത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഓഫീസ് ഓഫ് ഗവൺമെന്റ് എത്തിക്സ് മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് വാദിച്ചു. ഭരണഘടനാപരമായ നിബന്ധനകൾ പാലിച്ചാണ് മുൻഗണനകൾ നിശ്ചയിക്കുന്നതെന്നും ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം തിരിച്ചടിച്ചു. ഭരണകൂടത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് സാമ്പത്തിക ലാഭമുണ്ടാക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് ജോണി വോൾസവസ്കി വിട്ടുവീഴ്ചയില്ലാതെ വാദിച്ചു. പ്രത്യേകിച്ച് മുൻനിര നയതന്ത്ര തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും തൊട്ടു മുൻപ് നടന്ന ഓഹരി വിപണിയിലെ ട്രേഡിംഗുകളും അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകളും യാദൃശ്ചികമല്ലെന്ന വലിയ സൂചനയാണ് അദ്ദേഹം നൽകിയത്. അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഇറാൻ വിഷയത്തിലുള്ള ട്രംപിന്റെ ഇടപെടലുകളും ഇതിനോടൊപ്പം വലിയ സംശയങ്ങൾക്ക് വഴിവെച്ചു. മുൻകാലങ്ങളിൽ ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങളും അപ്രതീക്ഷിത സൈനിക നയങ്ങളും പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് ചില പ്രത്യേക സാമ്പത്തിക ഗ്രൂപ്പുകൾ വിപണിയിൽ നടത്തിയ വൻകിട നിക്ഷേപങ്ങൾ ഈ ആരോപണങ്ങൾക്ക് ബലം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനായ ജാരഡ് കുഷ്നറുടെ അന്താരാഷ്ട്ര ബിസിനസ് ബന്ധങ്ങൾ ഈ ആരോപണങ്ങളുടെ കുന്തമുനയായി മാറിയിട്ടുണ്ട്. ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് വിദേശ രാജ്യങ്ങളുമായി കോടികളുടെ നിക്ഷേപ കരാറുകളിൽ ഒപ്പുവെക്കാൻ കുഷ്നർക്ക് സാധിച്ചുവെന്നാണ് പ്രധാന ആരോപണം. മൈക്ക് വാൾസ് സഭയിൽ നടത്തിയ പ്രതിരോധം ട്രംപ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക നിലപാടിനെ വ്യക്തമാക്കുന്നതായിരുന്നു. ഗവൺമെന്റ് എത്തിക്സ് ബോർഡിന്റെ പരിശോധനകൾക്ക് വിധേയമായാണ് ഓരോ ഉദ്യോഗസ്ഥനും പ്രവർത്തിക്കുന്നതെന്നും ഓഹരി ഇടപാടുകളിലോ മറ്റ് ബിസിനസ്സുകളിലോ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നുമാണ് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത്. എന്നാൽ എത്തിക്സ് ബോർഡിന്റെ മാനദണ്ഡങ്ങൾ കേവലം ഒരു സാങ്കേതികത്വം മാത്രമായി മാറിയിരിക്കുകയാണെന്ന വിമർശനമാണ് നിയമവിദഗ്ധരിൽ നിന്നും ഉയരുന്നത്. അധികാരത്തിന്റെ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ നിയമത്തിന്റെ വിടവുകൾ ഉപയോഗിച്ച് വൻതോതിൽ സ്വത്ത് സമ്പാദിക്കുമ്പോൾ നിയമപരമായ പരിശോധനകൾ പലപ്പോഴും നിഷ്പ്രഭമാകുന്നു. ട്രംപും അദ്ദേഹത്തിന്റെ കുടുംബവും തങ്ങളുടെ പദവികൾ ഉപയോഗിച്ച് വ്യക്തിഗത ബ്രാൻഡുകളും ബിസിനസ്സുകളും വളർത്തിയെന്ന ആരോപണം കേവലം രാഷ്ട്രീയപരമായ ഒന്നല്ല, മറിച്ച് യു.എസ്. ഭരണ സംവിധാനത്തിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഈ സഭാതല പോരാട്ടം അമേരിക്കൻ പൊതുസമൂഹത്തിലും വലിയ തരംഗമാണ് ഉണ്ടാക്കിയത്. മുൻകാലങ്ങളില്ലാത്ത വിധം ട്രംപ് ഭരണകൂടത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള വിദഗ്ധരും ശരിവെക്കുന്നുണ്ട്. ഓഹരി വിപണിയെ സ്വാധീനിക്കാൻ പോന്ന വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഭരണകേന്ദ്രങ്ങളുമായി അടുത്ത ബന്ധമുള്ളവർ നേട്ടമുണ്ടാക്കുന്നത് വിപണിയിലെ സാധാരണ നിക്ഷേപകരുടെ ആത്മവിശ്വാസം തകർക്കുന്ന കാര്യമാണ്. ജനപ്രതിനിധി സഭയിലെ ഹൌസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിൽ നടന്ന ഈ ഏറ്റുമുട്ടൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ അന്വേഷണങ്ങളിലേക്ക് നയിച്ചേക്കാം. ട്രംപിന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഇടപാടുകളെയും വിദേശ നയ രൂപീകരണത്തെയും കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടി ഈ ആരോപണങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള വ്യാജ പ്രചാരണങ്ങളായി തള്ളിക്കളയുമ്പോഴും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. യു.എൻ. സ്ഥാനപതി മൈക്ക് വാൾസിനെ പോലൊരു ഉന്നത ഉദ്യോഗസ്ഥനെ ജനപ്രതിനിധി സഭയിൽ വെച്ച് പരസ്യമായി വിചാരണ ചെയ്ത ജോണി വോൾസവസ്കിയുടെ നടപടി പ്രതിപക്ഷത്തിന് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. ട്രംപ് ഭരണകൂടത്തിലെ അഴിമതിയും താൽപര്യ സംഘടനകളും സംബന്ധിച്ച് ഉയർന്നു വന്ന പുതിയ വെളിപ്പെടുത്തലുകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൻ കൊടുങ്കാറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭരണഘടനയും നിയമ സംവിധാനങ്ങളും ഉറപ്പു നൽകുന്ന സുതാര്യത കാത്തുസൂക്ഷിക്കാൻ ട്രംപിന് സാധിക്കുന്നുണ്ടോ എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന സാഹചര്യമാണിത്.
സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നാൽ അത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ തിരിച്ചടിയായേക്കാം.